എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 6 ശ്ലോകം 33 മുതൽ 46 വരെ 14 ശ്ലോകങ്ങൾ. ഭഗവാന്റെ മറുപടി കേട്ടപ്പോൾ ബ്രഹ്മാവ് തിരിച്ച് സത്യലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. ശ്രീശുക ഉവാച. ഇത്യുക്തോ ലോകനാഥേന സ്വയംഭൂ പ്രണിപത്യതം സഹദേവഗണൈർദേവ സ്വധാമ സമപദ്യത. ലോകങ്ങളുടെ നാഥനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ നമസ്കരിച്ചിട്ട് ദേവസമൂഹങ്ങളോടുകൂടി സ്വസ്ഥാനമായ സത്യലോകത്തെ പ്രാപിച്ചു. എന്നതാ ശ്രീകൃഷ്ണ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു. അഥ തസ്യാം മഖോൽപാദാൻ ദ്വാരവത്യാം സമുത്ഥിതാൻ വിലോക്യ ഭഗവാനാഹ യദുവൃദ്ധാൻ സമാഗതാൻ. ബ്രഹ്മാവ് പോയതിനു ശേഷം ആ ദ്വാരകയിൽ ഉത്ഭവിച്ച ഘോരങ്ങളായ നാശലക്ഷണങ്ങൾ കണ്ട് ഭയപ്പെട്ട് ഒന്ന് ചുറ്റും നിൽക്കുന്ന യദുവൃദ്ധന്മാരോട് ഭഗവാൻ പറയണം. ശ്രീ ഭഗവാൻ ഉവാച. ഏതേ വൈസു മഹോൽപാദാ വ്യുത്തിഷ്ഠന്തീഹ സർവദാ ശാവശ്ച ന കുലസ്യാസീൽ ബ്രാഹ്മണേഭ്യോ ദുരത്യയ. ഭഗവാൻ പറഞ്ഞു, ഈ ദ്വാരകയില് എല്ലാ ദിക്കിലും ഘോരങ്ങളായ നാശലക്ഷണങ്ങള് സ്പഷ്ടമായിട്ട് കാണുന്നുണ്ട്. അതിക്രമിക്കാൻ കഴിയാത്ത ബ്രാഹ്മണ ശാപവും നമ്മുടെ കുലത്തിന് സംഭവിച്ചു. നവസ്തവ്യമിഹാസ്മാഭി ജിജീവിഷുഭിരാര്യകാഃ പ്രഭാസം സുമഹത് പുണ്യം യാസ്യാമോദ്യൈവമാചിരം. അലയോ ആര്യന്മാരെ, നമുക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ള പക്ഷം ഇനി ഇവിടെ ഇരിക്കാൻ പാടില്ല. മഹത്തായ പുണ്യത്തെ നൽകുന്ന പ്രഭാസ തീർത്ഥസ്ഥലത്തേക്ക് നാം പോവുക. ഒട്ടും കാലതാമസം പാടില്ല. യാദവന്മാര് ദേവാംശ സംഭവന്മാരാണ്. അവരുടെ അധികാര സ്ഥലത്തേക്ക് അവര് പോകണം. അപ്പൊ അവർക്ക് മോക്ഷം പാടില്ലല്ലോ. അതുകൊണ്ടാണ് ദ്വാരകയില് മരിക്കുന്നവർക്ക് മോക്ഷാണ് ഫലം. അപ്പൊ പ്രഭാസ തീർത്ഥത്തില് മരിക്കുന്നവർക്ക് അഭ്യുദയം ഫലം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ യാദവന്മാരെ പ്രഭാസ തീർത്ഥത്തിലേക്ക് കൊണ്ടുപോയത്. യത്ര സ്നാത്വാ ദക്ഷശാപാത് ഗൃഹീതോ യക്ഷ്മണോടുരാ വിമുക്ത കിൽബിഷാൽ സദ്യോ ഹേജേ ഭൂയ കലോദയം. ആ പ്രഭാസ തീർത്ഥം മഹാപുണ്യസ്ഥലാണ്. അതുകൊണ്ട് നമ്മുടെ അരിഷ്ടമെല്ലാം നശിച്ചു പോകുമെന്ന് ദൃഷ്ടാന്തപൂർവ്വം പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്. ദക്ഷന്റെ ശാപനിമിത്തം ക്ഷയരോഗത്താൽ ബാധിക്കപ്പെട്ട ചന്ദ്രൻ യാതൊരു തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് ക്ഷയരോഗം ജനിപ്പിക്കത്തക്ക ശക്തിയോടുകൂടിയ ദക്ഷശാപകമാകുന്ന ഭാവത്തിൽ നിന്ന് മോചിച്ചവനായി വീണ്ടും കലാസമൃദ്ധി പ്രാപിച്ചുവോ. അങ്ങനെയുള്ള ആ പ്രഭാസ തീർത്ഥത്തിലേക്കാണ് നമ്മൾ പോണത്. വയം ച തസ്മിന്നാപ്ലുത്യ തർപ്പയിത്വാ പിതॄൻ സുരാൻ ഭോജയിത്വോഷിജോ വിപ്രാൻ നാനാഗുണവതാന്തസാ. നമ്മളും ആ പ്രഭാസ തീർത്ഥത്തില് സ്നാനം ചെയ്ത് പിതൃക്കളെയും ദേവന്മാരെയും പിണ്ടബലി പ്രദാനാദി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് നാനാവിധ പദാർത്ഥങ്ങളോടുകൂടിയ അന്നദാനത്താൽ അതിയോഗ്യരായ ബ്രാഹ്മണരെയും സന്തോഷിപ്പിക്കണം. തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയോപ്ത്വാ മഹാന്തി വൈ വ്രജിനാനി തരിഷ്യാമു ദാനേർനൗഭിരിവാർണവം. ആ യോഗ്യന്മാരായ ബ്രാഹ്മണർക്കായിക്കൊണ്ട് അതിശ്രേഷ്ഠങ്ങളായ ദാനങ്ങളും ശ്രദ്ധയോടെ ചെയ്യണം. നല്ല വിത്ത് നല്ല സ്ഥലത്ത് വിതച്ച അധികം വിളവ് സിദ്ധിക്കുന്നത് പോലെ യോഗ്യന്മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് അധികം സൽഫലം സിദ്ധിക്കും എന്ന് കാണിക്കാനാണ് ഉപ്ദ്വ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉപ്ദ്വ എന്ന് പറഞ്ഞാൽ വിതച്ചിട്ട് എന്നർത്ഥം.
അതായത് ഈ മാതിരിയുള്ള ദാനങ്ങൾ കൊണ്ട് കപ്പൽ കൊണ്ട് സമുദ്രത്തെ എന്ന പോലെ പാപങ്ങളെ നമുക്ക് കടക്കാം എന്ന് ഭഗവാൻ അവരോട് പറയുക. ശ്രീ ശുക ഉവാച ഏവം ഭഗവതാദിഷ്ട യാദവാ കുലനന്ദന ഗന്തും കൃതധിയസ്തീർത്ഥം സ്യന്ദനാൻ സമയൂയുജൻ. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, അല്ലയോ കുരുകുലത്തിൽ ജനിച്ച ശ്രേഷ്ഠപുത്ര, പരീക്ഷിത് മഹാരാജാവിനോട് പറയാം, ഇപ്രകാരമുള്ള ഭഗവത് കൽപ്പന കേട്ട യാദവന്മാര് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവാനായിക്കൊണ്ട് തേരൊക്കെ പൂട്ടി സകല സംഭാരങ്ങളും യാത്രയ്ക്കുള്ള വാഹനങ്ങളും തയ്യാറാക്കി. തന്നിരീക്ഷ്യോത്തവോ രാജൻ ശ്രുത്വാ ഭഗവതോദിതം ദൃഷ്ട്വാരിഷ്ടാനി ഘോരാണി നിത്യം കൃഷ്ണമനുവ്രത. അല്ലയോ രാജാവേ, അതിഭയങ്കരങ്ങളായ ആപൽ സൂചകങ്ങൾ കാണുകയും ഭഗവാൻ പറഞ്ഞത് കേൾക്കുകയും യാദവന്മാര് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവാൻ പുറപ്പെട്ടതൊക്കെ കാണുകയും ചെയ്തപ്പോ അവനാകെ വിഷമായി. എപ്പോഴും ശ്രീകൃഷ്ണനെ വിട്ടുപിരിയാതെ ഒരുമിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ധവൻ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഭഗവാനോട് പറയാം, വിവിക്ത ഉപസംഗമ്യ ജഗതാമീശ്വരേശ്വരം പ്രണമ്യ ശിരസാ പാദൗ പ്രാഞ്ജലി സമഭാഷത. ലോകങ്ങളുടെ ഈശ്വരന്മാരായ ബ്രഹ്മാദികൾക്കും ഈശ്വരനായ കൃഷ്ണന്റെ സമീപത്ത് ഏകാന്തത്തിൽ ചെന്ന് ശിരസ്സുകൊണ്ട് പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു ഉദ്ധവൻ. ഈ ഉദ്ധവ ഉവാച ദേവദേവേശ യോഗേശ പുണ്യശ്രവണകീർത്തന സംഹൃത്യൈതൽകുലം നൂനം ലോകം സന്ധ്യക്ഷതേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹം നയതീശ്വര. ഉദ്ധവൻ പറഞ്ഞു, ദേവന്മാർക്കും ദേവന്മാരായ ബ്രഹ്മാദികൾക്കും ഈശ്വരനായുള്ളവന് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം മുതലായ എല്ലാ യോഗങ്ങൾക്കും ഫലത്തെ കൊടുക്കുന്ന നാഥ, കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പുണ്യം വർദ്ധിപ്പിക്കുന്ന നാമങ്ങളോടുകൂടിയവന് അങ്ങ് എല്ലാറ്റിനും ശക്തനായിരിക്കെ ഈ യാദകൂലത്തിന് സംഭവിച്ച ബ്രാഹ്മണ ശാപത്തെ നശിപ്പിക്കാതെ അസമർത്ഥനെ പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ ഈ വംശത്തെ തീരെ നശിപ്പിച്ചിട്ട് ഈ ലോകത്തെ തന്നെ ഉപേക്ഷിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്നത് നിശ്ചയം തന്നെ. ആഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമവികേശവ തെക്തും സമുത്സഹേ നാഥ സുധാമനയ മാമപി. ഹേ നാഥ, ഹേ കേശവ, താമരതളം പോലെ അതികോമളമായിരിക്കുന്ന അങ്ങയുടെ പാദങ്ങൾ അരനിമിഷം പോലും കാണാതിരിക്കാൻ ഞാൻ ശക്തനല്ല. അതിനാൽ അങ്ങയെ പിരിഞ്ഞിരിക്കാൻ തീരെ അശക്തനായിരിക്കുന്ന എന്നെയും അങ്ങയോടൊരുമിച്ച് അങ്ങയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകണം. തവ വിക്രീഡിതം കൃഷ്ണ നൃണാം പരമമംഗളം കർണപീയൂഷമാസ്വാദ്യ ത്യജത്യന്യസ്പൃഹാം ജനം. ഹേ ആനന്ദ സ്വരൂപ, അമൃതമെന്ന പോലെ അതിമധുരമായും സർവ്വദുരിതങ്ങളും നശിപ്പിച്ച് പരമാനന്ദം അനുഭവിപ്പിക്കുന്നതുമായ അങ്ങയുടെ ചരിത്രം അത്യാദരത്തോടെ കേൾക്കുന്ന സാധാരണ ജനങ്ങൾ കൂടി അതിസ്നേഹ സ്ഥാനങ്ങളെന്ന് അവര് കരുതിയിരുന്ന ധന, പുത്ര, ഭാര്യാദി വിഷയങ്ങളിലുള്ള സ്നേഹം തീരെ മറന്ന് അങ്ങയുടെ ആ കഥ കേൾക്കുന്നതിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നു. ശയ്യാസനാടനസ്ഥാന സ്നാന ക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താ ത്യജേമഹി. അങ്ങനെ ഇരിക്കെ കിടക്കുക, നടക്കുക, ഒരു സ്ഥാനത്തിരിക്കുക, നിൽക്കുക, കുളി മുതലായ നിത്യകർമ്മങ്ങൾ നടത്തുക, കളിക്കുക, ഭക്ഷണം കഴിക്കുക എന്നീ സമയങ്ങളിലൊക്കെയും പിരിയാതെ പ്രാണനെ പോലെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരായ ഞങ്ങൾ എങ്ങനെ അങ്ങയെ പിരിഞ്ഞിരിക്കും? കൃഷ്ണ, ജീവഭൂതനായ നിന്തിരുവടി ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് ഹൃദയം പൊട്ടിയിട്ട് വിലപിച്ചു പറയാണ് ഉദ്ധവൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.